ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വലിയ ഒരു പ്രതിരോധത്തിലാണിപ്പോൾ. ഒപ്പം ദേവസ്വം ബോർഡുമുണ്ട്. എന്നാൽ സർക്കാരിനേക്കാളും ഒക്കെ തന്നെ ഈ വിഷയത്തോടു കൂടി പ്രതിരോധത്തിലായ അല്ലെങ്കിൽ വെട്ടിലായി പോയ രണ്ട് കക്ഷികൾ കൂടിയുണ്ട്. അവര് NSSും SNDPയുമാണ്. ഈ രണ്ട് സംഘടനകളുടെയും തലപ്പത്തിരിക്കുന്ന സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനുമാണ്. നമുക്കറിയാം, കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ് വിശ്വാസ സമൂഹത്തിന് വേണ്ടിയിട്ടെന്ന പേരിൽ ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ സർക്കാർ നടത്തിയത്. അത് ദേവസ്വം ബോർഡ് മുൻകൈയെടുത്ത് നടത്തി എന്നൊക്കെയാണ് പറഞ്ഞതെങ്കിൽ പോലും അത് സർക്കാരിൻ്റെ ഒരു സ്പോൺസേഡ് പ്രോഗ്രാം തന്നെയായിരുന്നു. അത് വിശ്വാസികൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ്, നവീകരണത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സർക്കാർ അത് സംഘടിപ്പിച്ചത്. അതിൽ വീണ് അല്ലെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ടാണ് ഈ പറയുന്ന NSS അവരുടെ സമദൂരം വിട്ടുകൊണ്ട് ഈ വിഷയത്തിലെങ്കിലും ഒരു ശരിദൂരത്തിലേക്ക് പോകുന്ന ഒരു നിലപാട് പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. പിന്നീട് ആ വേദിയിൽ NSSന്റെ പ്രതിനിധി പങ്കെടുത്തു. തുടർന്ന് ഈ പറയുന്ന വിഷയത്തിൽ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തുടർച്ചയായിട്ട് സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തി. കോൺഗ്രസുമായിട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലിലേക്ക് അദ്ദേഹം പോകുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടു. മറുവശത്ത് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ സർക്കാരിനൊപ്പമാണ്. പിണറായിയുടെ ഒരു ഒക്കച്ചങ്ങായി നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ശബരിമലയിലെ അയ്യപ്പ സംഗമത്തിന് പിന്തുണയായിരുന്നു. അത് വലിയ സംഭവമാണ്, അത് അനിവാര്യമായ ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയായിരുന്നു. എന്നാൽ NSSന്റെ ആ നിലപാടിൽ, NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് മാറ്റത്തിൽ വലിയ രീതിയിൽ ആ സമുദായ സംഘടനകൾക്കിടയിൽ, സമുദായ നേതാക്കൾക്കിടയിൽ, സമുദായത്തിലെ അംഗങ്ങൾക്കിടയിൽ വലിയ രോഷമുണ്ടാവുകയും സുകുമാരൻ നായർക്കെതിരെ അധിക്ഷേപകരമായിട്ടുള്ള പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ തന്നെ ഓരോ സ്ഥലങ്ങളിലും പതിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അത് വലിയൊരു പൊട്ടിത്തെറിയായിട്ട് ഇപ്പോഴും NSSൽ അങ്ങനെ അവശേഷിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ പറയുന്നത് പോലെ ശബരിമലയിൽ നിന്നുള്ള ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക വിഗ്രഹത്തിലെ ആ പാളികൾ അത് കാണുന്നില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള ദുരൂഹതകളൊക്കെ തന്നെ, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളെല്ലാം പുറത്തു വരുന്നത് അത് സ്വർണ്ണപ്പാളി ആയിരുന്നു 99 മുതൽ. എന്നാൽ 2019 അത് അറ്റകുറ്റപ്പണിക്കായിട്ട് കൊടുത്തു വിടുമ്പോൾ അത് ചെമ്പുപാളിയായിട്ട് മാറുന്നു. അത് ദേവസ്വത്തിന്റെ റെക്കോർഡിലും അത് ആ സമയത്ത് ഈ ചെമ്പുപാളിയായിട്ട് മാറുകയാണ്. പിന്നീട് അത് തിരിച്ചെത്തിക്കാനുള്ള കാലതാമസമുണ്ടായി. അത് കഴിഞ്ഞ് 2025 ഏതാണ്ട് 6 വർഷം കഴിയുന്നതിന് മുൻപ് വീണ്ടും അത് സ്വർണം പൂശുന്നതിനായിട്ട് വീണ്ടും കൊടുത്തുവിട്ടു. ഈ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അത് കൊടുത്തുവിട്ടത്. അത് സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് പോയത് അന്ന് ഈ പറയുന്ന അതുമായി ബന്ധപ്പെട്ട ആരും അറിയാതെ ആയിരുന്നു. അത് വാർത്തയായതിന് പിന്നാലെയാണ് ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കള്ളത്തരങ്ങളും ചുരുളഴിച്ച് ഓരോ ദിവസവും ഓരോരോ വാർത്തകൾ, ഓരോരോ അഴിമതി കഥകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ശബരിമല ഒരു വലിയ രീതിയിലുള്ള ഒരു സംശയമുനയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുത്തെ ആ വിഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ആ ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളികൾക്ക് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം ഇപ്പോൾ ഇങ്ങനെ മുഴങ്ങി നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് SNDPയുടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ചില കാര്യങ്ങളുമൊക്കെ പ്രതികരണമൊക്കെ രംഗത്ത് വന്ന് വലിയ വിമർശനമൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ആ വിമർശനത്തിൽ അദ്ദേഹം സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ഒരു അക്ഷരം പോലും സർക്കാരിനെതിരെ പറയാതിരിക്കാനുള്ള ഒരു മെയ്വഴക്കം അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ന് അദ്ദേഹം SNDPയുടെ മാസികയായ യോഗനാഥത്തിൽ ഒരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതിനകത്തും അദ്ദേഹം ഈ പറയുന്ന ശബരിമലയിൽ വലിയ രീതിയിലുള്ള അട്ടിമറികളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. കാട്ടിലെ തടി തേവരുടെ ആന എന്ന രീതിയിലാണ് ശബരിമലയിലെ പോക്ക് എന്നൊക്കെ അദ്ദേഹം വിമർശിക്കുന്നു. അപ്പോൾ അദ്ദേഹം വിമർശിക്കുന്നത് ഈ പറയുന്ന അവിടുത്തെ ദേവസ്വം ബോർഡിനെയാണ്. ദേവസ്വം ബോർഡ് അവർക്ക് തോന്നുപോലെയൊക്കെ തന്നെ ചെയ്യുന്ന, ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഒക്കെ തന്നെ അവർക്ക് ഇഷ്ടം പോലെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അത് ദേവസ്വം ബോർഡിന്റെ ചെയ്തികളൊക്കെ തന്നെ അതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ പാപഭാരം മുഴുവൻ സർക്കാരിലേക്കാണ് വന്ന് വീഴുന്നതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് ദേവസ്വം ബോർഡിനെ മാത്രം കുറ്റപ്പെടുത്തുകയും സർക്കാരിനെ അതിൽ നിന്നും വേർതിരിച്ച് നിർത്തുകയുമാണ് ചെയ്യുന്നത്. അത് അദ്ദേഹം എന്തർത്ഥത്തിലാണ് അത്തരമൊരു വിമർശനം നടത്തുന്നതെന്ന് അറിയില്ല. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് സർക്കാർ നിയമിക്കുന്നതാണ്, സർക്കാരിന്റെ നോമിനിയാണ്, അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന CPMന്റെ നോമിനിയായിട്ടുള്ള ആളാണ് ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത്. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് അവർ ഭരണത്തിൽ വന്നതിന് ശേഷം CPMന്റെ നോമിനികളൊക്കെ തന്നെയാണ് ആ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ളത്. അങ്ങനെ CPMന്റെ ഒരു നോമിനിയായിട്ടുള്ള ഒരാള് പ്രസിഡന്റായിട്ടുള്ള ദേവസ്വം ബോർഡ് അത് നടത്തുന്ന ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ചകൾ, അതിൽ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡിനെ മാത്രം പഴിചാരിക്കൊണ്ട് സർക്കാരിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല, സർക്കാരിന് ഇതിനകത്തൊക്കെ ശുദ്ധമായ കൈകളാണ്, സർക്കാരിൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട്
ഈ പറയുന്ന പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ഒക്കെ തന്നെ സംരക്ഷിക്കുന്ന വെള്ളപൂശുന്ന ഒരു നിലപാടാണ് ഈ വെള്ളാപ്പള്ളി എടുക്കുന്നത്. ആ വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്കിൽ പോലും തുറന്ന് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം അതിന് നിർബന്ധിതനായി. കാരണം അത് വിശ്വാസികളുടെ പ്രശ്നമാണ്, അവരുടെ വികാരത്തിനെതിരായിട്ട് നിന്നാൽ തനിക്ക് കൂടി തട്ടുകേടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ബുദ്ധിപൂർവമായ ഒരു നീക്കമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഇതുവരെ എന്നൊരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടിയിട്ടില്ല. അദ്ദേഹം ശബരിമലയിലെ വിശ്വാസ കാര്യത്തിൽ പിണറായി സർക്കാരിന് തങ്ങൾക്ക് അങ്ങേയറ്റം വിശ്വാസമാണ്, 916 ക്ലാരിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പിണറായിക്ക് കൈകൊടുത്ത സുകുമാരൻ നായർ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഈ സ്വർണ്ണപ്പാളി വിവാദം ഇത്ര ആളിക്കത്ത് നിന്നിട്ട് പോലും ഒരു വാക്കുപോലും അതിനകത്ത് മിണ്ടാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന് അതിനൊരു പ്രതികരണം നടത്താൻ ഇതുവരെ തോന്നിയിട്ടില്ല എന്നത് അത്യന്തം ഖേദകരമാണ്. ഈ വിശ്വാസികൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ ആഗോള അയ്യപ്പ സംഗമവുമായിട്ട് സഹകരിച്ചത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാട് അത് വെറും പൊള്ളയാണെന്ന് തെളിയുകയാണ്. കാരണം ഈ വിഷയത്തിൽ ഇപ്പോൾ വിശ്വാസികൾ ഒന്നടങ്കം വലിയ രീതിയിൽ അവരുടെ വിശ്വാസങ്ങൾക്ക് മുറിവേറ്റി നിൽക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഹിന്ദു ദേവാലയമാണ് ഈ ശബരിമല എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായിരിക്കുന്ന ഈ അനീതി, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഈ അഴിമതി, അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ NSSന്റെ ജനറൽ സെക്രട്ടറി തയ്യാറായില്ല എന്ന് പറയുന്നത് ആ സമുദായത്തിലെ അംഗങ്ങളെ വഞ്ചിക്കുന്നതിന്, അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ മൊത്തത്തിലുള്ള ഹിന്ദു മതവിശ്വാസികളെ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വിശ്വാസികളെ, ഹിന്ദുക്കൾ മാത്രമല്ല അവിടെ പറയുന്ന ഏത് നാനാജാതി മതസ്ഥരും പോകുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഈ വിശ്വാസി സമൂഹത്തെ മുഴുവനുമായിട്ടും വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ മറ്റേ വിഷയത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത, അല്ലെങ്കിൽ അതിൽ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച വിഷയത്തിൽ അദ്ദേഹം വിട്ടിലായിരിക്കുകയാണ്. അതിനകത്തെ അംഗങ്ങളെല്ലാം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ അദ്ദേഹത്തെ പരസ്യമായിട്ട് തെരുവിളിക്കുന്ന, അദ്ദേഹത്തെ ഇനി പറയാനൊന്നുമില്ലാത്ത തരത്തിൽ വിമർശനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ അദ്ദേഹം ഇതുവരെ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഇന്ന് അദ്ദേഹം ഈ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാരുടെ ഒരു യോഗം അവിടെ വിളിച്ച് ചേർത്തിരുന്നു. എന്നാൽ അത് അവസാന നിമിഷം അത് റദ്ദാക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇനി അദ്ദേഹം കരയോഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തൻ്റെ നിലപാടുകളുടെ ഒരു വിശദീകരണം നടത്താൻ, വിശദീകരണ യോഗങ്ങൾ വിളിക്കാനുള്ള ഒരു നീക്കമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എന്താണ് തങ്ങളുടെ നിലപാട്, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്, രാഷ്ട്രീയത്തിൽ സമദൂരം എന്ന നിലപാട് തുടരും, അത് ഈ വിഷയത്തിൽ മാത്രമാണ് ശരിദൂരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് മെഴുകുന്ന ഒരു കാഴ്ച നമുക്കിനി കാണാൻ കഴിയും. ആ ഒരു വിശദീകരണം നൽകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്നാൽ ഇനിയിപ്പോൾ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു പശ്ചാത്തലത്തിൽ, ശബരിമല കത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വീണ്ടും ഈ കരയോഗങ്ങളുടെയൊക്കെ യോഗം വിളിച്ച് എന്തെങ്കിലും ഒരു വിശദീകരണം നടത്താൻ അദ്ദേഹത്തിന് എത്രത്തോളം കഴിയുമെന്ന സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം ഈ വിഷയം കൂടി ആയതോടുകൂടി ഈ പറയുന്ന ഈ നായർ സമുദായത്തിൽപ്പെട്ട വിശ്വാസികളെല്ലാം തന്നെ വലിയ രീതിയിൽ അവർ വിഷണ്ണരായിരിക്കുകയാണ്. ആ വിഷയത്തിൽ സർക്കാരിനെതിരെ അവർക്കെതിരെ വലിയൊരു രോഷം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ രോഷത്തിൻ്റെ നല്ലൊരു ഭാഗം സർക്കാരിനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പിണറായിയെ പിന്തുണയ്ക്കുന്ന, പിണറായിക്ക് എല്ലാവരും സപ്പോർട്ടും കൊടുക്കുന്ന സുകുമാരൻ നായർക്കെതിരെയും ആ വികാരം ആളിക്കത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇനി എന്തെങ്കിലും ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു വിശദീകരണം നടത്തിയാൽ സുകുമാരൻ നായർക്കെതിരെ ആ സമുദായത്തിലെ തന്നെ വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ചൂലെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എന്തായാലും സുകുമാരൻ നായർ ഈ വിഷയത്തിൽ ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. പിണറായി വിജയന് പിന്തുണ കൊടുത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് പിറകെ പോയ സുകുമാരൻ നായരെ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയൊരു വിഷയം നടക്കുമ്പോൾ, വലിയൊരു വിവാദം സൃഷ്ടിക്കപ്പെട്ടിരിക്കുമ്പോൾ, വലിയൊരു അഴിമതി കഥകൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഒന്നും പറയാനില്ല, എന്തെങ്കിലും ആരെയും കുറ്റപ്പെടുത്താനില്ല എന്ന് വരുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എടുത്ത സമദൂരത്തിൽ നിന്നും ശരിദൂരത്തിലേക്ക് പോകാനെടുത്ത നിലപാടിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വായിൽ നാക്കും അടക്കി വെച്ചുകൊണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ കമ എന്ന് മിണ്ടാൻ പറ്റാത്ത ഒരു മൗനിയായിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് എന്നതിൽ സംശയമില്ല.